ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം 12ാം സ്കന്ധം 10ാം അധ്യായം. നമ്മൾ ഇന്നലെ 27ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ മായാശക്തിയാൽ അധികം കാലം അങ്ങോട്ട് പരിഭ്രമിക്കപ്പെടുകയും വളരെ ക്ലേശിക്കുകയും ചെയ്ത മഹാമുനി മാർക്കണ്ഡേയൻ്റെ സകലവിധ ദുഃഖവും സന്താപവും ഭഗവാൻ ശ്രീ ശിവൻ്റെ ആ തിരുവായേന്ന് വീണ അമൃതപാനത്താൽ തീർന്ന് മുനിയാകെ തൃപ്തിയായി ഭഗവാനോട് പറഞ്ഞേ. അപ്പോൾ മായാശക്തി കുറച്ച് കാലത്തെ വളരെ കാലം എന്ന് തോന്നിപ്പിച്ചേ, കുറച്ച് നിമിഷമേ ചിലപ്പോൾ ഉണ്ടായി കാണുള്ളൂ. ഭഗവാൻ കൃഷ്ണനല്ലേ, മായ അനവധി കാലമാണ് മുനിക്ക് തോന്നിപ്പിച്ചു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ബഹുകാലം എന്ന് പറഞ്ഞിരിക്കണേന്ന് നമുക്ക് ധരിക്കണമെന്ന്. അപ്പോൾ ഋഷിരുവാച അഹോ ഈശ്വരലീലേയം ദുർവിഭാവ്യ ശരീരിണാം എന്നമന്തീശിതവ്യാനി സ്തുവന്തി ജഗദീശ്വരാ. അഹോ ഇയം ഈശ്വര ലീല. ആശ്ചര്യം, ഈശ്വരൻ്റെ ഈ ലീല ശരീരിണാം ദേഹികൾക്ക് ദുർവിഭാവ്യ ഊഹിക്കാൻ കൂടി കഴിയില്ല. എന്താ വെച്ചാൽ ജഗതീശ്വര, ജഗത്തുക്കളുടെ ഈശ്വരന്മാർ ഈശിതവ്യാനി നിയമിക്കപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള ഭൂതങ്ങളെ സ്തുവന്തി നമിക്കുക സ്തുതിക്കുക. ഋഷി പറയുകയാണ്, ഭഗവാനെ ജഗതീശ്വര, ഈശ്വരൻ്റെ ഈ ലീലയുടെ സാരെന്താണ് മനുഷ്യർക്കൊന്നും ആലോചിച്ചറിയാൻ സാധ്യമല്ല. എന്താ വെച്ചാൽ ഈ ലോകങ്ങളെ വിശ്വം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിക്ക് സംഹരിക്കണ നിങ്ങളുടെ ഭഗവാനെ, ആ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് നടക്കേണ്ട ഭൃത്യജനങ്ങളെ നമസ്കരിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യും. ധർമ്മം ആകെ അത്ഭുതമായി. ഭഗവാന്റെ ആജ്ഞ, ഭഗവാന്റെ ഭൃത്യജനങ്ങളാണ് ജനങ്ങളിൽ പെടുവല്ലേ മാർക്കണ്ഡേയ മഹർഷി മറ്റുള്ള മഹർഷിമാരും. അവരെ സ്തുതിക്കുകയും നമസ്കരിക്കുകയൊക്കെ ഭഗവാൻ ശ്രീ ശിവൻ ചെന്ന് ചെയ്യും. പരമാശ്ചര്യം എന്നല്ലേ മാർക്കണ്ഡേയ മഹർഷിക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലാതെ എന്താ പറയുക. ധർമ്മം ഗ്രാഹയിതും പ്രായ പ്രവക്താരശ്ചദേഹിനാം ആചരന്ത്യനുമോദന്തേ ക്രിയമാണം സ്തുവന്തി ച. പ്രവക്താരാഭി പ്രവകർഷണേന, വക്താക്കന്മാരായിരുന്നിട്ടും പ്രായേണ ധർമ്മം ആചരന്തി, ധർമ്മാചരിക്കുന്നു. ദേഹിനാം ദേഹികൾക്ക് ധർമ്മം ഗ്രാഹീതും, ധർമ്മത്തെ ഗ്രഹിപ്പിക്കാനായിട്ട് ക്രിയമാണം ചെയ്യപ്പെടുന്നതിന് അനുമോദിക്കുകയും സ്തുവന്തി ച സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈശ്വരന്മാരുടെ ഈ മാതിരിയുള്ള പ്രവൃത്തി കൊണ്ട് അവരുടെ ഉള്ളിരിപ്പ് അറിയാൻ സാധ്യമാണ്. അവരുടെ അന്തർഗതം അല്ലേ, ഇങ്ങനെയൊക്കെ ഈശ്വരന്മാർ ചെയ്യുമ്പോൾ അവരുടെ ഈശ്വരൻ്റെ ഉള്ളിലിരിപ്പ് എന്താ നമുക്കറിയാം, അന്തർഗതയെ അറിയാൻ സാധ്യമെങ്കിലും അതിനെപ്പറ്റി തൻ്റെ നിശ്ചയം അല്ലേ, ഭഗവാന് ചെയ്തതിനെപ്പറ്റി മുനിക്കൊരു നിശ്ചയമുണ്ട്, ഒരു അഭിപ്രായമുണ്ട്. അത് പറയുകയാണ്, ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് ധർമ്മതത്വം വിശദമായിട്ട് ഉപദേശിക്കുന്ന പരമാചാര്യന്മാരെ, ധർമ്മത്തെ ഈ ലോകത്ത് നിലനിർത്തണം എന്നുള്ള ആ കാരുണ്യ നിമിത്തം ധർമ്മത്തെ ആചരിക്കുകയും സ്വയം ഈശ്വരന്മാർ ധർമ്മം ആചരിക്കുകയും അതുപ്രകാരം ധർമ്മം ആചരിക്കുന്ന മറ്റ് ജനങ്ങളെ അനുമോദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പ്രാചീന സമ്പ്രദായമാണ്, പ്രായേണ ഉള്ള ഒരു സമ്പ്രദായമാണ്. നൈതാവത ഭഗവത സ്വമായാമയ വൃത്തിഭി നദുഷ്യേതാനുഭാവസ്ഥൈർമായിന കുഹകം യഥ. ഭഗവാന്റെ അനുഭാവം യഥാവത ഇത്രമാത്രം സ്വമായാമയ വൃത്തിഭി, തൻ്റെ മായാമാത്ര വ്യാപാരങ്ങളാൽ ദുഷിക്കില്ല. മായിന കുഹകം, ഇന്ദ്രിയാലക്കാരൻ്റെ കപടം യഥാ തസ്യ അനുഭാവം ദൂഷയതി, അവൻ്റെ അനുഭാവത്തെ ദുഷിപ്പിക്കാത്ത പോലെ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഭഗവാൻ അന്യരെ, ശ്രീ ശിവനെ പരമാത്മാവ് അന്യരെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്യണോണ്ട് ഭഗവത് മാഹാത്മ്യത്തിന് ഹാനി തട്ടില്ലേ എന്നുള്ളൊരു ശങ്കയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുക. മായാശക്തി അംഗീകരിച്ച് ലോകത്തിലെ സൃഷ്ടിയാദി സ്ഥിതി സംഹാരാദി വ്യാപാരങ്ങൾ നടത്തുന്ന ഭഗവാനെ, അങ്ങയുടെ മായാമയികളായിട്ടുള്ള ഈ കർമ്മ വ്യാപാരങ്ങൾ നിമിത്തം
അങ്ങയുടെ സ്വസിദ്ധമായിട്ടുള്ള മഹാത്മ്യത്തിന് അശേഷം ഹാനി വരില്ല. പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇന്ദ്രജാല കളിക്കാരൻ്റെ ഒരു മജീഷ്യൻ്റെ കപടപ്രയോഗം മറ്റുള്ള ജനങ്ങളെ മോഹിപ്പിക്കല്ലാണ്ട് ഇന്ദ്രജാലക്കാരൻ്റെ യഥാർത്ഥ യോഗ്യതയ്ക്ക് ഹാനികരമായിട്ട് വരില്ലല്ലോ. സൃഷ്ട്വേദം മനസാ വിശ്വം ആത്മനാനുപ്രവിശ്യ ഗുണൈകുർവദ്ഭിരാഭാതി കർത്തേവ സ്വപ്നദൃക് യാതൊരുത്തൻ സ്വപ്നദൃക് യഥാ സ്വപ്നം കാണുന്നവനെ പോലെ കുറുവദ്ഭി ഗുണൈ പ്രവർത്തിക്കുന്ന ഗുണങ്ങൾ നിമിത്തം മനസ്സാ സങ്കല്പത്താൽ ഇതം വിശ്വം സൃഷ്ടായി വിശ്വം അങ്ങോട്ട് സൃഷ്ടിച്ചിട്ട് ആത്മന ജീവരൂപേണ അനുപ്രവിശ്യ അതിൽ പ്രവേശിച്ചിട്ട് കർത്താ ഇവാഭാതി കർത്താവിനെ പോലെ വിളങ്ങുന്നു. അപ്പോൾ ഭഗവാന്റെ മായാവ്യാപാരെ വിസ്തരിച്ച് കാണിക്കുന്നു. സങ്കല്പമാത്രത്താൽ അല്ലേ, ഭഗവാന്റെ സങ്കല്പമാത്രത്താൽ ഉല്ലാസം പ്രാപിച്ച അല്ലേ, ആകെ എന്നുവെച്ചാൽ ആഹ്ലാദം പ്രാപിച്ചു എന്നർത്ഥം. സത്വര തമോ ഗുണങ്ങളെ സമോ ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം ചേർച്ച നിമിത്തം ജനിച്ച മഹാഭൂതങ്ങളെ കൊണ്ട് ഭഗവാനെ നിന്തിരുവടി ലോകത്തെ സൃഷ്ടിച്ചു. എന്നിട്ടോ ലോകത്തെ ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ ജീവജാലങ്ങളുടെ ജീവസ്വരൂപനായിട്ട് ആ ലോകത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന സ്വപ്നപദാർത്ഥങ്ങളെ കാണുന്ന ജീവാത്മാവ് സ്വപ്നത്തിൻ്റെ കർത്താവല്ലെങ്കിലും എങ്ങനെയാണ് കർത്താവിനെ പോലെ വിളങ്ങണേ, അതുപോലെ നിന്തിരുവടിയും ഒന്നും ചെയ്യാത്തവനാണെങ്കിലും സർവവും ചെയ്യണവനെ പോലെ അറിവില്ലാത്തവർക്ക് തോന്നണു. തസ്മൈ നമോ ഭഗവതേ ത്രിഗുണായ ഗുണാത്മനേ കേവല അദ്വിതീയായ ഗുരവേ ബ്രഹ്മമൂർത്തയേ. ത്രിഗുണസ്വരൂപനും ഭഗവാനെ ത്രിഗുണങ്ങളെ വ്യാപരിപ്പിക്കണ അന്തർയാമീം പരിശുദ്ധ ആനന്ദസ്വരൂപനും ഭഗവാൻ സ്വയം മാത്രമല്ലാണ്ട് അവനവൻ മാത്രമല്ലാണ്ട് ഇതര വസ്തുക്കൾ യാതൊന്നും ഇല്ലാത്തവനും. ഭഗവാനല്ലാണ്ട് വേറൊന്നുമില്ല. ഒരു കയ്യിലിരിപ്പ് ഒരു വസ്തുവില്ല ഭഗവാന്. ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന വേദത്തെ പ്രകാശിപ്പിച്ച പരമഗുരുവും ബ്രഹ്മസ്വരൂപനും ഭഗവാനുമായിട്ടുള്ള ശ്രീ പരമേശ്വര നിന്തിരുവടിക്ക് നമസ്കാരം. സംവൃണീനു പരം ഭൂമൻ വരം തദ്വരദർശനാത് യദ്ദർശനാത് പൂർണ്ണകാമ സത്യകാമ പുമാൻ ഭവേത്. വരദർശനാത് വരായിരിക്കുന്ന ദർശനത്തോടുകൂടിയ ത്വത് അങ്ങേന്ന് പരം കം വരം നൂറിണി അന്യായിട്ടുള്ള ഏതു വരാണ് ഞാൻ വരിക്കണ്ടേ. ദർശനാത് ഭഗവാനെ നിൻ്റെ ദർശനം മൂലം പുമാൻ പുരുഷൻ പൂർണ്ണമായിട്ടുള്ള കാമത്തോടു കൂടിയവനും സത്യമായിട്ടുള്ള കാമത്തോടു കൂടിയവനായിട്ട് ഭവിക്കും. വരം വരിച്ചോളൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തതിന് മറുപടി പറയുകയാണ് മാർക്കണ്ഡേയ ഋഷി. സർവവ്യാപിയായിട്ടുള്ള ജഗതീശ്വര നിന്തിരുവടിയെ കണ്ടത് തന്നെ മഹാഭാഗ്യം. ഒരു അഭീഷ്ടവരം തന്നെയാണ് എനിക്ക് സിദ്ധിച്ചേക്കണം അങ്ങനെ കണ്ടത് മൂലം. ഭഗവാന്റെ ദർശനം ആർക്കാ കിട്ടുക? ശ്രീ പരമേശ്വരൻ്റെ ആർക്കും കിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ അതിലും വലിയൊരു വരം എന്താണ് മാർക്കണ്ഡേയ മഹർഷിക്ക് പ്രതീക്ഷിക്കുക? ഒന്നും ഭഗവത് ദർശനം കിട്ടുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു ഒരു സങ്കല്പം ഒരു വസ്തുവിനെ പറ്റിയും സങ്കല്പിക്കാൻ സാധ്യമല്ല. ഏറ്റവും വലിയ വരം ഭഗവത് ദർശനം സിദ്ധിക്കുകയാണ് അല്ലേ. വേറെ എന്ത് വരം ഞാൻ അങ്ങയോട് ചോദിക്കണ്ടേ? എനിക്ക് അറിയില്ല. ഭഗവാൻ എന്താ വെച്ചാൽ ഒരു ജീവാത്മാവ് അങ്ങേ കാണുന്നുണ്ട് നിരതിശാനന്ദ സ്വരൂപം പ്രാപിക്കുകയും സ്വരൂപാനന്ദം പ്രാപിക്കുന്നു, സങ്കല്പിച്ചു കൈവല്യം സിദ്ധിക്കുന്നു. ഭഗവാനെ കണ്ടാൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ആ ജീവാത്മാവ് പിന്നെ കൈവല്യം സിദ്ധിച്ച സങ്കല്പിച്ച് എല്ലാം സത്യമായിട്ട് വരാൻ തക്ക മഹാത്മ്യമുള്ളവനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എന്താ മഹർഷിക്ക് വേണം? ഭഗവാന്റെ ഒരു ആർക്കാ ഭഗവത് ദർശനം സിദ്ധിക്കുക? ആർക്കും സിദ്ധിക്കില്ല. ഋഷിമാർ അവർ നിർവികൽപ്പ സമാധിയിൽ ധ്യാനിക്കുക അല്ലാണ്ട് അവർക്ക് ദർശനം സിദ്ധിക്കണ്ടോ? അങ്ങനെയുള്ള ഭഗവത് ദർശനം സിദ്ധിച്ചപ്പോൾ അതിൽ കൂടുതൽ എന്താ മാർക്കണ്ഡേയ മഹർഷിക്ക്
ജീവിതത്തിലൊരു പ്രതീക്ഷയ്ക്കുള്ള ഒന്നുമില്ല. വരമേകം ഒരു ജീവാത്മാവിൽ അതിനും വലിയ ഒരു പ്രതീക്ഷയില്ല, അതിലും വലിയ ഒരു ഉത്കൃഷ്ട കാര്യമില്ല. വരമേകം വൃണേധാവി പൂർണ്ണാത് കാമാഭിവർഷണാത് ഭഗവത്യച്യുതാം ഭക്തീം തൽപരേഷു തഥാ ത്വയധാവിയെങ്കിലും പൂർണ്ണാത് പൂർണ്ണനും കാമാഭിവർഷണാത് കാമം അഭിവർഷിക്കണവനായിട്ടുള്ള അങ്ങേന്ന് ഭഗവതി ഭഗവാനിലും തൽപരേഷു ഭഗവത് ഭക്തരിലും തഥാ ത്വയി അപ്രകാരം നിന്തിരുവടിയിലും അച്യുതാനാശരഹിതമായിട്ടുള്ള ഭക്തയെ തന്നെ ഏകം വരം വൃണം ഞാൻ വരിക്കുന്നു എന്ന് പറയപ്പോൾ ഭഗവാനോട് പറയുക, ശ്രീ പരമേശ്വരനോട്, ജഗദീശ്വര നിന്തിരുവഴിയുടെ ദർശനം കൊണ്ട് തന്നെ എനിക്ക് പരിപൂർണ കൃതാർത്ഥത കിട്ടിയേക്കുന്നു. ഭക്തന്മാരെ സർവമനോരഥവും വർഷിച്ച് മഴ പെയ്യും പോലെ വർഷിച്ചു കൊടുക്കണ ഭഗവാനെ, നിന്തിരുവടിയിൽ നിന്ന് ഒരു വരം ഞാൻ വരിക്കുന്നു. ആ വരം എന്താ വെച്ചാൽ സർവമാവായിട്ടുള്ള ശ്രീഹരിയിലും ഭഗവൽ ഭക്തരിലും ശ്രീപരമേശ്വര നിന്തിരുവടിയിലും എനിക്ക് അചഞ്ചലായിട്ടുള്ള ഇളക്കല്ലാത്ത ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേന്ന് ചോദിക്കുക. ഇതിൽ കൂടുതൽ എന്താ ഒരു ജീവാത്മാവിന് ചോദിക്കാൻ സാധിക്കുക? ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള വരം ഇതാണ് അല്ലേ. സൂത ഉവാച ഇത്യർച്ചിതു അഭിഷ്ടുതശ്ച മുനിനാ സൂക്തയാ ഗിരാ തമാഹ ഭഗവാൻ ശർവയാ അഭിനന്ദിത. മുനയാൽ സൂക്തയാ ഗിര മധുരമായിട്ടുള്ള വാക്കിനാൽ ഇതിയർച്ചിത അഭിഷ്ടുതാച ഇപ്രകാരം അർച്ചിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്ത ഭഗവാൻ ഭഗവാനായിട്ടുള്ള ശിവൻ ശർവയാച ഭഗവതിയാലും പാർവതിയാലും അഭിനന്ദിക്കപ്പെട്ടിട്ട് അവരോട് പ്രസൂതം പറയപ്രകാരം സത്യവും പരമസത്യവും പ്രിയമായിട്ടുള്ള മധുരവാക്യത്താൽ പൂജിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്ത ഭഗവാൻ ശ്രീ ശിവൻ മാർക്കണ്ഡേയ മുനിക്ക് വരം കൊടുക്കാൻ ഭാവിച്ചപ്പോൾ പരമേശ്വരിയാലും അനുമോദിക്കപ്പെട്ട ഉടനെ മുനിയോടിപ്രകാരം ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച കാമോ മഹർഷേ സർവോയം ഭക്തിമാം ത്വം അധോക്ഷജേ ആകൽപാന്താത് യശപുണ്യം അജരാമ രഥാ തഥാ മഹർഷിയായിട്ടുള്ളവനെ ത്വം അധോക്ഷജേ ഭക്തിമാൻ, അങ്ങ് ശ്രീഹരിയിൽ ഉത്കൃഷ്ടഭക്തിയുള്ളവനാണ്. അയം ഈ സർവാഭീഷ്ടവും ആകൽപാന്താൽ കൽപ്പാന്തകാലം വരെ പുണ്യം പുണ്യമായിട്ടുള്ള യശസ്സും യഥാ അജരാമരഥ അപ്രകാരം ജരാമരണമില്ലായ്മ അസ്തു ഭഗവാൻ ശ്രീശ്വരൻ ചെയ്യാം. മഹാനായിട്ടുള്ള ഋഷി, അങ്ങയ്ക്ക് പരമപ്രേമലക്ഷണമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തി ഉള്ളതുകൊണ്ട്, ശ്രീഹരി ഭക്തി ഉള്ളതുകൊണ്ട് ഈ അങ്ങാഗ്രഹിച്ച സർവവും കൽപ്പകാലം വരെ പുണ്യമായിട്ടുള്ള യശസ്സും ജരാമരണമില്ലായ്മയും ഭവിക്കട്ടെ. ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ വിജ്ഞാനം ച വിരക്തിമത് ബ്രഹ്മവർച്ചസ്വിനു ഭൂയാത് പുരാണാചാര്യതാസ്തു തേ. ബ്രഹ്മൻ ഹി ബ്രാഹ്മണ ത്രൈകാലികം ജ്ഞാനം ത്രികാല സംബന്ധമായിട്ടുള്ള അറിവും വിരക്തിമത് വൈരാഗ്യസഹിതമായിട്ടുള്ള വിജ്ഞാനം ച പരമാത്മജ്ഞാനവും ബ്രഹ്മവർച്ചസ്വിന തേ ബ്രഹ്മതേജസ്വിയായിട്ടുള്ള അങ്ങയ്ക്ക് ഭൂയാത് ഭവിക്കട്ടെ. പുരാണാചാര്യതാസ്തു പുരാണാചാര്യൻ എന്നുള്ള നിലയും തട്ടെ. ഹേ ബ്രാഹ്മണോത്തമ, ബ്രഹ്മതേജസ്വിയായിട്ടുള്ള അങ്ങയ്ക്ക് ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലെ ത്രികാലജ്ഞാനം ഉണ്ടാവട്ടെ. ലോകവസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ള സർവ്വ അറിവും. അപ്പോൾ ഭഗവാൻ മാർക്കണ്ഡേയ മഹർഷിക്ക് ത്രികാലജ്ഞാനം കൊടുക്കാണ്. ഭൂതവും ഭാവിയും വർത്തമാനവും സർവ്വകാലത്തെയും പറ്റിയിട്ടുള്ള സർവ്വ അറിവും ലോകവസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ള ജീവബ്രഹ്മൈക്യബോധവും ആത്മസാക്ഷാത്കാരവും ഭവിക്കട്ടെ. അങ്ങ് പുരാണകർത്താവായിട്ടും ഭവിക്കട്ടെ എന്ന് പറയാം. സൂതവാച ഏവം വരാൻ സമുനയേ ദത്വാഗാത്രക്ഷ ഈശ്വര ദിവ്യേ തത്കർമ്മ കഥയന്നനുഭൂതം. പുരാമുന ത്രക്ഷ ഈശ്വര, ത്രിനേത്രനായിട്ടുള്ള ഈശ്വരൻ മുനിക്ക് ഏവം വരാൻ ദത്വം ഇപ്രകാരം വരങ്ങൾ കൊടുത്തിട്ട് അമുന ഇവനാൽ പുരാ അനുഭൂതം മുമ്പ് അനുഭവിക്കപ്പെട്ടേനെയും തത്കർമ്മ അവൻ്റെ കർമ്മത്തെയും ദേവിക്കായിക്കൊണ്ട് കഥയും കഥിച്ചുകൊണ്ട് അകാത് പോയി എന്ന് പറയാം. സുതം പറയാം. ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീ ശിവൻ
ഇപ്രകാരം മാർക്കണ്ഡേയമുനിക്ക് വരം കൊടുത്ത അദ്ദേഹത്തിൻ്റെ തപപ്രഭാവവും അതിനു മുമ്പ് മഹർഷി അനുഭവിച്ചറിഞ്ഞ വിഷ്ണുമായ വൈഭവവും ഒക്കെ ഭഗവതി ശ്രീപാർവതിക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടുന്ന് പോയി. സ്വപ്യവാപതമഹായോഗ മഹിമാ ഭാർഗവോത്തമ വിചരത്യധുന അഭ്യദ്ധാഹ അഭി അദ്ധാഹ ഹരൗ ഏകാന്തതാം ഗതാഹ അവാപ്പതമാ മഹായോഗമഹിമ പ്രാപിക്കപ്പെട്ട മഹായോഗ പ്രഭാവത്തോടുകൂടിയ ഭാർഗവോത്തമാസ ഭൃഗുവംശശ്രേഷ്ഠനായിട്ടുള്ള അവൻ ഹരവു ശ്രീഹരിയിലെ ഏകാന്തഭാവത്തെ ഗത പ്രാപിച്ച് അതിനാവി ഇപ്പോഴും അദ്ധാപരമാർത്ഥമായിട്ടും വിചരതി സഞ്ചരി മഹായോഗത്തിൻ്റെ വൈഭവയെ യഥാർത്ഥമായിട്ട് പ്രാപിച്ച ഭൃഗുവംശോത്തമനായിട്ടുള്ള മാർക്കണ്ഡേയ മുനി ഭഗവാൻ ശ്രീഹരിയിൽ ശ്രീകൃഷ്ണനിൽ ഏകാന്ത ഭക്തിഭാവം പ്രാപിച്ച് ഇപ്പോഴും ലോകത്ത് സഞ്ചരിക്കേണ്ടത് സത്യം എന്ന് പറയുക. അനുവർണിതമേ തത്തേ മാർക്കണ്ഡേയസ്യ ധീമത അനുഭൂതം ഭഗവതൂമായ വൈഭവമത്ഭുതം. ധീമത മാർക്കണ്ഡേയസ്യ ബുദ്ധിമാനായിട്ടുള്ള മാർക്കണ്ഡേയനാൽ അനുഭൂതമനുഭവിക്കപ്പെട്ട അത്ഭുതം മായാവൈഭവം ആശ്ചര്യമായിട്ടുള്ള മായാവൈഭവത്തോടുകൂടിയ ഭഗവാന്റെ ഏതത് ഈ ചരിതത്തെ തേ അനുവർണിത അങ്ങയ്ക്കായിക്കൊണ്ട് ക്രമത്തിൽ വർണ്ണിച്ചേക്കണു. ബുദ്ധിശാലിയായിട്ടുള്ള മാർക്കണ്ഡേയമുനി അനുഭവിച്ചറിഞ്ഞ വിഷ്ണുമായാവൈഭവം അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഈ ചരിതം ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഏതത് കേചിത് വിദ്വാംസു മായാ സംശ്രുതിമാത്മന അനാദ്യാവർത്തിതം നൃണം കാദാചിൽക്കം പ്രജക്ഷതൈ. ആത്മനാമായ സംശ്രുതിയും ഭഗവാന്റെ സംസാര സർഗരചനയെ നിരൂണാം അവിദ്വാംസ കേചിത് ചില മനുഷ്യരുടെ മധ്യ അറിയാത്ത ചിലർ അനാദ്യാവർത്തിതം കാദാചിൽക്കം അനാദികാലത്താൽ അവർ ആവർത്തിക്കപ്പെട്ടതായിട്ടും ഒരു കാലത്തുണ്ടതായിട്ടും ഇതിനെ പ്രജക്ഷത പറയണമെന്ന് പറയാം. മാർക്കണ്ഡേയ മുനി 7 കൽപ്പം ജീവിച്ചിരുന്നു എന്ന് ചിലർ പണ്ഡിതന്മാർ എന്താ പറയണേ എന്നുള്ളതിനെ വിവരിച്ചു പറയണ ഈ ക്ഷണകാലം കൊണ്ട് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ടാണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മാർക്കണ്ഡേയന് ഈ കൽപ്പാവൃത്തിയുടെ തത്വത്തെ ഈ മാർക്കണ്ഡേയന് അനുഭവപ്പെട്ടത്. ഭഗവാൻ ആ ക്ഷണനേരത്തെ ഒരു കൽപ്പോ 7 കൽപ്പമാക്കി മാറ്റാൻ ഭഗവാന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ക്ഷണനേരം കൊണ്ടാണ് അനുഭവിപ്പിച്ച മാർക്കണ്ഡേയന്. അപ്പോൾ ഇതിനെ ഈ ആവൃത്തിയുടെ തത്വം നന്നായിട്ട് ഈ വാസ്തവം എന്താണെന്നറിയാത്ത ചില ജനങ്ങൾ ബഹുകാലം കൊണ്ടുണ്ടായ 7 കൽപ്പമായിട്ട് അതിനെ പറയുന്നു. ഭഗവാന്റെ മായാശക്തിക്ക് ക്ഷണകാലത്ത് ഒരു സെക്കൻഡിന് അനവധി കാലമായിട്ട് 7 കൽപ്പമായിട്ട് തോന്നിക്കാൻ ശക്തി ഉണ്ടെന്നുള്ള പരമാർത്ഥം അവരറിയാണ്ട് ഇപ്രകാരം പറയണതാണ്. വാസ്തവത്തിൽ മായാശിശുവിൻ്റെ ശ്വാസത്തിൽ കൂടി മാർക്കണ്ഡേയ മഹർഷി 7 പ്രാവശ്യം ഉള്ളിലേക്കും പുറത്തേക്കും വരികയും പോവുകയും ചെയ്തു. അതുമാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാതെ 7 കൽപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയാം. ഏവമേതദ് ഭൃഗുവർയവർണിതം രഥാംഗപാണീർ അനുഭാവഭാവിതം സംശ്രാവയേത് സംശൃണുയാതു താവുഭൗ തയോർണ കർമാശയ സംശ്രുതിർഭവേത്. ഭൃഗുശ്രേഷ്ഠ ഏവം വർണ്ണിത ഇപ്രകാരം വർണ്ണിക്കപ്പെട്ടതും യഥാംഗപാണി ചക്രവാണിയുടെ അനുഭാവഭാവിത അനുഭാവത്താൽ ഭവിക്കപ്പെട്ടതായിട്ടുള്ള ഇതിനെ സംശ്രാവയെ യാതൊരു ശ്രദ്ധയോടുകൂടി കേൾപ്പിക്കൂ, സംശൃണിയ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. തൗ ഉഭൗ രണ്ടുപേരും കൃതാർത്ഥന്മാരാണ്. തയോ അവർ രണ്ടുപേർക്കും കർമാശയ സംശ്രുതി കർമ്മവാസനയാൽ ജനിക്കപ്പെടുന്ന സംസാരം ഭവിക്കില്ല നിശ്ചയപ്പോൾ ഈ കഥാകീർത്തന ശ്രവണഫലം പറയുകയാണ്. ഈ ശൗനക മഹർഷി ഇപ്രകാരം വിസ്തരിച്ച് പറയപ്പെട്ടതും കാലസ്വരൂപനായിട്ടുള്ള ശ്രീ ഭഗവാന്റെ വൈഭവത്തോട് ചേർന്നിരിക്കുന്ന ഈ മാർക്കണ്ഡേയ ചരിതം ഏതൊരുത്തൻ ശ്രദ്ധപൂർവ്വം കേൾക്കുകയോ ചെയ്യണോ അവർ രണ്ടുപേരെയും ജന്മം സഫലാവും. എന്താ വെച്ചാൽ മായാവൈഭവത്തെ നന്നായി അറിയണം. അവർ രണ്ടുപേർക്കും കർമ്മവാസന നിമിത്തം സംഭവിക്കാവുന്ന സംസാരബന്ധം പിന്നെ ഉണ്ടാവില്ല നിശ്ചയം എന്ന് പറയാം. ഇത് ശ്രീമദ്ഭാഗവതി മഹാപുരാണി ദ്വാദശസ്കന്ധേ പരമാശ്രയ നിരൂപണേ മാർക്കണ്ഡേയസ്യ ഭക്തിലാഭാദിനിരൂപണം നാമ ദശമാധ്യായ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ. ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ. ശ്രീ ഗോവിന്ദ.